بسم الله الرحمن الرحيم تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا واتخذوا من دونه آلهة لا يخلقون شيئا وهم يخلقون ولا يملكون لأنفسهم ضرا ولا نفعا ولا يملكون موتا ولا حياة ولا نشورا وقال الذين كفروا إن هذا إلا إفك افتراه. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും വസിയ്യത്ത് ചെയ്യുകയാണ്. മുനാഫിഖിൻ്റെ നമസ്കാരം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. മുനാഫിഖിൻ്റെ നമസ്കാരം എന്ന പേരിൽ ഒരു വിഷയം സംസാരിക്കുമ്പോൾ എന്തിനാണ് ഈ ഒരു സംസാരം? നമ്മുടെ നമസ്കാരം ഈ പറയപ്പെടുന്ന മുനാഫിഖിൻ്റെ നമസ്കാരവുമായിട്ട് ഒന്ന് തട്ടിച്ചു നോക്കുവാനാണ്. നമസ്കാരത്തോടുള്ള നമ്മുടെ സമീപനം മുനാഫിഖീങ്ങൾക്ക് നമസ്കാരത്തോടുണ്ടായിരുന്ന സമീപനത്തോടൊത്തതാണോ, അതിൽ നിന്ന് ഭിന്നമാണോ എന്നത് അന്വേഷിക്കുവാൻ ഏതാനും വിഷയമാണ് ഉണർത്തുന്നത്. പക്ഷേ അല്പം ചരിത്രത്തിൻ്റെ വെളിച്ചത്തിലൂടെയാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയത്തിലേക്ക് കടന്നു വരുന്നത്. ചരിത്രം ഇവിടെ അനിവാര്യമായി പരാമർശിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട്? നിഫാഖ് എന്ന് പറഞ്ഞാൽ അതൊരു മഹാദുരന്തമാണ്. അതിൻ്റെ ഒരു വശവും ഒരു വിശ്വാസിയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല
ഈമാൻ, ഇസ്ലാം എന്നീ മേൽവിലാസം പേറുന്ന ഒരു വ്യക്തിത്വത്തിന് അതൊരിക്കലും ഭൂഷണമല്ല. വിശുദ്ധ ഖുർആനിൽ മദനീയത്തായ സൂറകൾ എടുത്താൽ മക്കിയത്തായ സൂറത്തിനെ അപേക്ഷിച്ച് മദനീയത്തായ സൂറത്ത് കുറവാണ്. മദനീയത്തായ സൂറത്ത് അതിൽ 17 സൂറത്തുകൾ, 30-ൽ ചില്ലാനം മദനീയത്തായ സൂറത്തുകളിൽ 17 സൂറത്തുകളിലും മുനാഫിഖീങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായത്തിന് സൂറത്തുൽ മുനാഫിഖൂൻ എന്നാണ് പേര്. 340-ലേറെ ആയത്തുകൾ മുനാഫിഖീങ്ങളുടെ വിഷയത്തിലാണ് വിശുദ്ധ ഖുർആനിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് പോലെ കാദൽ ഖുർആനു കുല്ലഹു അൻ യകൂന ഫീഹിം, വിശുദ്ധ ഖുർആൻ ഏറെക്കുറെ മുഴുവനും അവരുടെ വിഷയത്തിലാകാറായി എന്നാണ്. ആരുടെ വിഷയത്തിൽ? കപട വിശ്വാസികളുടെ വിഷയത്തിൽ. കാരണം അത്രമാത്രം വളിപ്പുള്ള, വൃത്തികെട്ട, രഹസ്യം പരാജയമായ, പരസ്യം കാപട്യമായ ഒരു ഖൗമാണ് കപട വിശ്വാസികൾ. ഇഹത്തിലും പരത്തിലും ശപിക്കപ്പെട്ടവർ, അനുഗ്രഹം ഉയർത്തപ്പെട്ടവർ. ഭൗതികമായി നോക്കിയാൽ ഭൗതിക വിഭവങ്ങൾ അവർക്ക് മികവുറ്റതും മികച്ചതുമാണ്. വഇദാ റഅയ്തഹും തുഅജിബുക അജ്സാമുഹും വഇൻ യഖൂലു തസ്മഅ ലിഖൗലിഹിം കഅന്നഹും ഖുശുബുൻ മുസന്നദ. അവർ പറയുകയാണ് എങ്കിൽ നിങ്ങൾ കാതു കൊടുക്കും കേൾക്കാൻ. താങ്കൾ അവരെ കാണുകയാണ് എങ്കിൽ അവരുടെ മേനി താങ്കളെ ആശ്ചര്യപ്പെടുത്തും, കൗതുകപ്പെടുത്തും. ഇങ്ങനെയൊക്കെ വിശുദ്ധ ഖുർആനിൽ ഇവരെ കുറിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു കാപട്യത്തിന്റെ വാക്താക്കളുടെ ലക്ഷണങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, അതും ഒരു വിശ്വാസി 5 നേരം ഒരു ദിവസം കൃത്യമായി അനുഷ്ഠിക്കേണ്ട നമസ്കാരത്തിന്റെ വിഷയത്തിൽ, ഇസ്ലാമിൽ അള്ളാഹു ഇബാദത്താക്കിയ ഷറഫാക്കപ്പെട്ട അമലിൽ അതുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വളരെ കരുതേണ്ടതായ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നിഫാഖിന്റെയും അതേപോലെ മുനാഫിഖീങ്ങളുടെയും യാതൊന്നും വിശ്വാസിയായ നമ്മളിൽ പാടുള്ളതല്ല. ഞാൻ ചരിത്രം അനുസ്മരിക്കണം എന്ന് പറഞ്ഞില്ലേ? നിഫാഖിന്റെ ചരിത്രം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ മദീന കാലഘട്ടത്തിലാണ് കൂടുതൽ പരാമർശിക്കപ്പെടുന്നത്. അതെങ്ങനെയാണ്? മദീനയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ വരുന്ന സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ അൽ ഖസ്റജി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ അൽ ഖസ്റജി കാണാൻ സുന്ദരനും സുമുഖനുമായിരുന്നു. പ്രഭാഷണത്തിൽ വാചാലനും സാഹിത്യകാരനുമായിരുന്നു. നോക്കിയാൽ ആളുകൾ നോക്കിപ്പോകുന്ന, സംസാരിച്ചാൽ ആളുകൾ കാതുകൊടുക്കുന്ന കഥാപാത്രമായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ അൽ ഖസ്റജി. ബനു ഖസ്റജ് ഗോത്രക്കാരനാണ്. അയാൾക്ക് ആണായി പെണ്ണായി മക്കൾ ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ, അബ്ദുള്ള സഹാബിയായ മഹാൻ അടക്കമുള്ള മക്കൾ ഉണ്ടായിരുന്നു, ആൺമക്കൾ, അതേപോലെ പെൺമക്കൾ ഉണ്ടായിരുന്നു. സാമ്പത്തിക രംഗം അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിൻ്റേത് ഗംഭീരമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ വരുന്ന കാലഘട്ടത്തിൽ യസ്രിബിന്റെ സാമ്പത്തിക സ്രോതസ് അത് ബനു ഖൈനുഖ ജൂതഗോത്രത്തിന്റെ കയ്യിലായിരുന്നു. ബനു ഖൈനുഖായിന്റെ സൂഖ് മാർക്കറ്റായിരുന്നു അന്നത്തെ യസ്രിബിലെ സാമ്പത്തിക സ്രോതസ്. ആ സാമ്പത്തിക സ്രോതസ് പിടിച്ചടക്കിയ ബനു ഖൈനുഖ അത് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിന്റെ പിടുത്തത്തിലായിരുന്നു.
അവരോട് കൂറുള്ള, അവരോട് ഒട്ടി നിൽക്കുന്ന ആളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി നല്ലവണ്ണം ഉള്ള ഒരു കഥാപാത്രമായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ. ഇമാം ഇബ്നു ഇസ്ഹാഖ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിനെ കുറിച്ച് പറയുന്നത്, വസയ്യിദു അഹ്ലിഹ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ. യസ്രിബിൽ അവിടുത്തെ നേതാവായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ. ലാ യഖ്തലിഫു ഫീ ശറഫിഹി മിൻ ഖൗമിഹി ഇസ്നാൻ. ഔസ് ഖസ്റജിൽ അബ്ദുല്ലാഹി ഇബ്നു ഉബൈയുടെ സ്ഥാനത്തിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല, രണ്ടാൾ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നില്ല. ലം തജ്തമിഅൽ ഔസ് വൽ ഖസ്റജു ഖബ്ലഹു വലാ ബഅദഹു അലാ റജുലിൻ മിൻ അഹദിൽ ഫരീഖൈൻ ഹത്താ ജാഅൽ ഇസ്ലാമു ഗൈറഹു. അബ്ദുല്ലാഹി ഇബ്നു ഉബൈയുടെ പോലെ ഒരാളുടെയും പേരിൽ ഔസ് ഖസ്റജ് ഐക്യപ്പെട്ടിട്ടില്ല. ഇസ്ലാം വന്ന് ഇസ്ലാം മറ്റൊരാളെ പകരമായി നിശ്ചയിക്കുന്നവരെ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് വരെ. അപ്പോൾ ഔസ് ഖസ്റജ് ഐക്യപ്പെട്ടിരുന്ന അവരുടെ ഒരു നേതാവായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ. മാത്രമല്ല ചരിത്രത്തിൽ കാണുന്നത്, യസ്രിബിൽ അഥവാ മദീനയിൽ ഔസ് ഖസ്റജ് ഗോത്രം മുത്തിനാൽ ഒരു കിരീടം പണിയുവാൻ ഉദ്ദേശിച്ചിരുന്നു. എന്തിന്? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിനെ തങ്ങളുടെ രാജാവാക്കിയിട്ട് ഈ കിരീടം അയാളുടെ തലയിൽ ചാർത്തുവാൻ. അവിടെ വരെ എത്തി നിൽക്കാൻ ആര്? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ. അപ്പോഴാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം മദീനയിലേക്ക് ഹിജറ വരുന്നത്. ആ സന്ദർഭം ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ യസ്രിബിലുണ്ട്. അയാളുടെ സ്ഥാനം ഇவ்விധം ഉയർന്നു നിൽക്കുകയാണ്. പക്ഷെ യസ്രിബിൽ നിന്ന് മക്കയിലേക്ക് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം കാണിച്ച നഖീബുമാരിൽ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ സ്ഥാനം നേടിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. 6 പേർ ആദ്യം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് സീസണിൽ അവരുമായി രഹസ്യമായി സന്ധിച്ചു. ഈ 6 പേരും ഖസ്റജികളാണ്. ആരാ ഖസ്റജ്? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിന്റെ ഗോത്രം. അതിൽപ്പെട്ട 6 പേർ അസ്അദ് ബിൻ സുറാറ, ഔഫ് ബിൻ അൽ ഹാരിസ്, റാഫിഉ ബിൻ മാലിക്, ഉഖബത്ത് ബിൻ ആമിർ, ഖുത്ബത്ത് ബിൻ ആമിർ, ജാബിർ ബിൻ അബ്ദില്ല. ഈ 6 പേർ എല്ലാവരും ഖസ്റജികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവർ കാണുകയാണ് മക്കയിൽ വന്നിട്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ദഅവത്ത് എത്തിച്ചു. അവർ ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഖസ്റജികളുടെ നേതാവായ, അന്നത്തെ ഔസിന്റെയും നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ ഇതിലില്ല. പിന്നെ ഇവര് മദീനയിലേക്ക് മടങ്ങിപ്പോയി. 1-ാം ഉടമ്പടിക്ക് വേണ്ടിയിട്ട് അടുത്ത വർഷം മദീനയിൽ നിന്ന് വലിയൊരു വിഭാഗം വരികയാണ്. ആ വലിയ വിഭാഗത്തെ ഈ വിശ്വാസികൾ കൊണ്ടുവരുമ്പോഴും അവരുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന് പറയുന്ന ഖസ്റജി ഇല്ല. പിന്നെ 2-ാം ഉടമ്പടി നടന്നു മിനയിൽ വെച്ച്. അതിൽ കൂടുതൽ ആളുകളാണുള്ളത്. ആ കൂടുതൽ ആളുകൾ ഹജ്ജിന് വന്നവരാണ്. അന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ ഹജ്ജിന് വന്നിട്ടുണ്ട്, മിനയിലുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്ത്രീകളടക്കമുള്ള ആ ഒരു വലിയ വിഭാഗം സന്ധിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബൈഅത്ത് ചെയ്ത്, ബൈഅത്തുൻ നിസായിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് കൊണ്ടുവരുവാനുള്ള പരിപാടി ഇടുമ്പോഴും അതിൽ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന് പറയുന്ന അവരുടെ നേതാവില്ല. പറയുമ്പോൾ അയാൾ എവിടെ ഉണ്ട്? അയാൾ മിനയിലുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അവൻ്റെ ഒരു തീരുമാനമാണ്. അതിൽ തികഞ്ഞ ഹിക്മത്ത് ഉണ്ട്. എന്തിന്? ഈ മനുഷ്യൻ്റെ ഉള്ളെന്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയും. അയാളുടെ പ്രകൃതം എന്ത്, ഖൽബ് എന്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയും. തൻ്റെ ചേലിൽ, തൻ്റെ വാക്കിൽ, നേതൃത്വത്തിലുള്ള തൻ്റെ പൂതിയിൽ അയാൾ തീർത്തും വഞ്ചിതനാണ്. കാപട്യത്തിൻ്റെ ലക്ഷണങ്ങൾ പലതും ഉള്ളിലും പുറത്തുമായി പേറി നടക്കുന്ന ഈ മനുഷ്യനെ
അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അകറ്റുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബൈഅത്ത് ചെയ്യുന്നതിൽ നിന്ന് അവിടെ വെച്ച് അകറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വലിയൊരു പാഠം, ഒരു കപടനോട് നമ്മൾ എത്ര ദൂരത്തായിരിക്കണം നിൽക്കേണ്ടത് എന്നുള്ളതാണ്. അവൻ്റെ ചേലും അവൻ്റെ സ്വഭാവവും നമുക്കുണ്ടാകാൻ പാടുള്ളതല്ല, അത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ ഞാൻ പറഞ്ഞു 340-ലേറെ ആയത്തുകൾ കപട വിശ്വാസികളെ ചികിത്സിച്ചുകൊണ്ടും അവരുടെ ഉള്ളുകള്ളികളെ പുറത്തു കൊണ്ടുവന്നും അതേപോലെ അവരുടെ പക്കലുള്ളതായ അപകടകരമായിട്ടുള്ള പല സ്വഭാവങ്ങളെയും തുറന്നു കാണിച്ചുകൊണ്ടുമാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം പറഞ്ഞത്? ഈ രോഗമുള്ള ആളുകളെ നമ്മൾ കരുതാൻ വേണ്ടിയിട്ടാണ്. കപട വിശ്വാസികൾ, അവർക്ക് നമസ്കാരമുണ്ട്, അവർക്ക് നോമ്പുണ്ട്, അവർക്ക് ദാനധർമ്മങ്ങളുണ്ട്, അവർക്ക് ഹജ്ജുണ്ട്, അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നവരാണ്. അവർ അള്ളാഹുവിൻ്റെ മലക്കുകളിലും വേദങ്ങളിലും അമ്പിയാക്കളിലും ആഖിറത്തിലും വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നവരാണ്. പക്ഷേ അവർ നിഫാഖ് എന്ന സ്വഭാവമുള്ളവരാണ്. നിഫാഖ് എന്നുള്ളതിൻ്റെ അറബി മൂലം നോക്കിയാൽ ഈ പെരിച്ചാഴികളുടെ മാളത്തിന് നിഫാഖ് പറയും. അതേപോലെ തന്നെ ചില മൃഗങ്ങളുടെ ഈ മാളത്തിന് അതെന്താണെന്നറിയോ? പ്രവേശിക്കുന്ന ഭാഗം അറിയപ്പെട്ടതായിരിക്കും, പക്ഷെ ഉള്ളിൽ കിടന്നുണ്ടെങ്കിൽ വേറെ കുറേ മാളങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ പുറത്ത് ചാടുന്ന തേയിലാണെന്നുള്ള ഇത് അറിയില്ല ചില മൃഗങ്ങൾക്ക്. കപട വിശ്വാസികൾ ഇസ്ലാമിലേക്ക് വന്നു എന്നുള്ളത് അറിയാം, പക്ഷേ പല നിലക്ക് ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് അവർ പുറത്തേക്കുമുണ്ട്, കുഫർ ചെയ്യുന്നുണ്ട്. ആ സ്വഭാവം ഈ പെരിച്ചാഴിയെപ്പോലുള്ള അതേപോലെ തന്നെ ചില മൃഗങ്ങളുടെ സ്വഭാവം കപട വിശ്വാസികൾക്ക് നന്നായിട്ടുണ്ട്. കാരണം അവർ കെലിമ ചൊല്ലി വന്നത് എല്ലാവർക്കും അറിയാം, ഇന്ന ദിവസം ഇന്നപ്പം കെലിമ ചൊല്ലിയാണ് എന്നുള്ളത്. പക്ഷേ അവരുടെ രാവുകളിൽ, അവരുടെ രഹസ്യങ്ങളിൽ, അവർ ജൂതരോടുള്ള മുലാഖാത്തിൽ, മുശ്രിക്കുകളോടുള്ള മുലാഖാത്തിൽ പല വഴികളിലൂടെ അവർ കുഫറിലേക്ക് പോയിട്ടുണ്ട്. അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെളിയിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പം ഈ ഒരു പ്രത്യേകത നിഫാഖിൻ്റെ ആളുകൾക്കുള്ളത് കാരണത്താലാണ് നിഫാഖ് എന്ന പേര് അവർക്ക് വരാൻ കാരണം എന്ന്, മുനാഫിഖ് എന്ന പേര് അവർക്ക് വരാൻ കാരണം എന്ന് പല ചരിത്രകാരന്മാരും അതേപോലെ തന്നെ പണ്ഡിതന്മാരും വിശദീകരിച്ച് തന്നിട്ടുണ്ട്, മുഫസ്സിരീങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നിഫാഖ് രണ്ട് രീതിയിലാണ്, ഒന്ന് ഇഅ്തിഖാദി, മറ്റൊന്ന് അമലി. വിശ്വാസപരമായിട്ടുള്ള ഇഅ്തിഖാദ്, വിശുദ്ധ ഖുർആനിൽ കപട വിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതെല്ലാം വിശ്വാസപരമായ നിഫാഖിൻ്റെ വിഷയത്തിലാണ്. അങ്ങനെയുള്ള കപട വിശ്വാസി അയാൾ ദീനിൽ നിന്ന് പുറത്തും മരിച്ചാൽ നരകത്തിൽ നിത്യവാസിയുമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതാണ് അൻ നിഫാഖ് അൽ അക്ബർ എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. പിന്നെ അൻ നിഫാഖുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ ചെറിയ നിഫാഖ്. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു അൻ നിഫാഖു നൗആനി അക്ബറു വ അസ്ഗറു. നിഫാഖ് രണ്ട് നിലക്കുണ്ട്, വലുതും ചെറുതും. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു അൻ നിഫാഖു ഇൽഹാറുൽ ഖൈർ വ ഇസ്റാറുൽ ശർ. നന്മ പ്രകടിപ്പിക്കലാണ്, തിന്മ ഉള്ളിൽ ഒളിപ്പിക്കലാണ്. അത് രണ്ട് നിലക്കുണ്ട്, ഇഅ്തിഖാദി വ അമലി. വിശ്വാസപരമായി കർമ്മപരമായി. നമ്മൾ വലുത് ചെറുത് എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസപരമായിട്ടുള്ളതാണ് വലുത്. അമലി എന്ന് പറഞ്ഞാൽ അത് കർമ്മപരമായിട്ടുള്ളത്. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി നിഫാഖ് മതദൃഷ്ട്യ രണ്ടായി വിഭജിക്കപ്പെടും. അൻ നിഫാഖു ഫി ശറഅ് യൻഖസിമു ഇലാ ഖിസ്മൈൻ. എന്നിട്ട് പറയുന്നത് ഒന്ന് അൻ നിഫാഖുൽ അക്ബർ. അതെന്താ? യുദ്ഹിറൽ ഇൻസാനു അൽ ഈമാന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ. ഈമാൻ കാര്യങ്ങൾ ഒരാൾ പ്രകടാക്കുക. വയുബ്തിൻ മാ യുനാഖിദു ദാലിക കുല്ലുഹു ഔ ബഅദഹു. ഈമാൻ കാര്യങ്ങളിൽ ചിലത് അല്ലെങ്കിൽ മുഴുവനും അതിന് എതിരാവുന്ന കാര്യങ്ങളെ ഉള്ളിൽ കൊണ്ട് നടക്കുക. എന്നിട്ട് ഇബ്നു റജബ് പറയാണ് വഹാദാ ഹുവ നിഫാഖുൽ ലദീ കാന അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഈ നിഫാഖായിരുന്നു റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഈ നിഫാഖായിരുന്നു ഉണ്ടായിരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ എന്നിപ്പോ നമ്മൾ പറഞ്ഞ മദീനയിലെ മുനാഫിഖിന്റെ റഈസ്
വല്ലദീ തവല്ല കിബറഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ആ റഈസ് അയാളുടെ നേതൃത്വത്തിലുള്ള മുനാഫിഖീങ്ങൾ ഈ വലിയ കാപട്യത്തിന്റെ നിഫാഖിന്റെ ആളുകളായിരുന്നു. വനസലൽ ഖുർആനു ബിദമ്മി അഹ്ലിഹി വതക്ഫീരിഹിം, ഇവരെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയത്, അവരെ കാഫിർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയത്. വഅഖ്ബറ അന്ന അഹ്ലഹു ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഈ കുഫറിന്റെ വാക്താക്കളാണ് നരകത്തിന്റെ അടിത്തട്ടിൽ, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ടിൽ ശിക്ഷിക്കപ്പെടുന്നവരാണ് ആര്? കപട വിശ്വാസികൾ എന്ന് അല്ലാഹു പറഞ്ഞത് ഇവരെ കുറിച്ചാണ്. അപ്പൊ ഖുർആനിൽ പറഞ്ഞ കപട വിശ്വാസികൾ വലിയ കാപട്യത്തിന്റെ ആളുകളാണ്, നരകത്തിന്റെ അടിത്തട്ടിൽ ശിക്ഷിക്കപ്പെടുന്നവരാണ്. അവർ മില്ലത്തിൽ നിന്ന് പുറത്ത് ഉള്ള കപടന്മാരാണ്. നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ കപട വിശ്വാസികളുടെ ചില സ്വഭാവങ്ങൾ പറയുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ ആ കാപട്യത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഭയക്കേണ്ടതുണ്ട്, നമ്മളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. ചെറിയ കാപട്യത്തെക്കുറിച്ച് എന്താണ് ഇബ്നു റജബ് പറഞ്ഞത്? അന്നിഫാഖുൽ അസ്ഗർ അതിന്റെ വിഷയത്തിൽ പറഞ്ഞത്, ഹദീസുകൾ പരിശോധിച്ചാൽ 5 പ്രവണതകൾ മനസ്സിലാക്കാൻ സാധിക്കും. ആ 5 പ്രവണത അത് ചെറിയ കാപട്യത്തെയാണ് അറിയിക്കുന്നത്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഹദ്ദസ കദിബ്, സംസാരിച്ചാൽ കളവ് പറയും. ഒരാളെ വിശ്വസിക്കും, മറ്റൊരാൾ സംസാരിച്ചാൽ വല്ലതും സത്യം പറയുന്നു വിചാരിച്ചിട്ട്, അപ്പൊ സംസാരിച്ച മൂപ്പര് വിശ്വസിക്കുന്നവനോട് കളവേ പറയും, അത് നിഫാഖാണ്. ഇതേപോലെ വഇദാ വഅദ അഖ്ലഫ്, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. അതേപോലെ വഇദാ ഖാസമ ഫജർ, തർക്കിച്ചാൽ നെറികേട് വിളിച്ചു പറയും. അതേപോലെ വഇദാ ആഹദ ഖദർ, കരാർ ചെയ്ത് ഉടമ്പടി ചെയ്ത് ഉറപ്പിച്ചാൽ അത് ലംഘനം നടത്തും, ഉടമ്പടി പാലിക്കൂല. അതേപോലെ തന്നെ വഇദ തുമിന ഖാൻ, വിശ്വസിച്ചേൽപ്പിച്ചാൽ അമാനത്തിൽ ചതി പ്രയോഗം നടത്തും. അപ്പോൾ കളവ് പറഞ്ഞ് പറ്റിക്കുക, തർക്കിച്ചാൽ നെറികേട് വിളിച്ചു പറയാം, ഉടമ്പടി ചെയ്താൽ അതിൽ ചതി നടത്തുക, വിശ്വസിച്ചേൽപ്പിച്ചാൽ വഞ്ചന നടത്തുക, അതേപോലെ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുക. ഈ 5 കാര്യങ്ങളാണ് അന്നിഫാഖുൽ അസ്ഗർ, ചെറിയ കാപട്യം. ഇതിനപ്പുറമുള്ളതൊക്കെ എന്താ? അത് അന്നിഫാഖുൽ അക്ബറാണ്, വലിയ നിഫാഖാണ്. വിശുദ്ധ ഖുർആൻ കപട വിശ്വാസികളെ കൈകാര്യം ചെയ്തുകൊണ്ട് പറഞ്ഞതായ മദീനയിൽ ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബത്തിനും ഏറെ തലവേദന സൃഷ്ടിച്ച കപട വിശ്വാസികൾ ആ സ്വഭാവങ്ങൾ പേറുന്നവരായിരുന്നു. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മളുടെ വിഷയം അതെന്താ? നിസ്കാരം. കപട വിശ്വാസികൾ അവരുടെ നിസ്കാരം എന്ത്? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ തിരുമൊഴികളിലൂടെ നമുക്ക് പോകാം. എന്തിന്? ആ രോഗം നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മളിൽ തീണ്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. കപട വിശ്വാസികൾക്ക് നിസ്കാരം ഏറെ ഭാരമാണ്. നിസ്കാരം ഏറെ ഭാരമാണ്. ഇത് തിരുമൊഴികളിൽ കാണാൻ സാധിക്കും. അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ സ്വലാത്തുൻ അസ്ഖല അലൽ മുനാഫിഖീൻ മിനൽ ഫജ്രി വൽ ഇശാ. ലൈസ സ്വലാത്തുൻ, ഒരു നിസ്കാരവുമില്ല, അസ്ഖല അലൽ മുനാഫിഖീൻ, കപട വിശ്വാസികൾക്ക് ഏറെ ഭാരിച്ചതായി, മിനൽ ഫജ്രി വൽ ഇശാ, ഫജ്റിനേക്കാളും ഇശയേക്കാളും. ഫജ്റും ഇശയും ഏറെ ഭാരമുള്ളതാണ്. എല്ലാ നിസ്കാരവും ഭാരമാണ്, പക്ഷെ ഏറെ ഭാരം ഏതാണ്? ഫജ്റാണ്, ഇശയാണ്. വലൗ യഅലമൂന മാ ഫീഹിമാ, ഫജ്റിലും ഇശയിലും പറയപ്പെട്ടതായ പ്രതിഫലവും പുണ്യവും അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ലൗ ലഅതൗഹുമാ വലൗ ഹബ്വൻ, ആ 2 നമസ്കാരത്തിലേക്കും ഇഴഞ്ഞെങ്കിലും അവർ വരുമായിരുന്നു. ഹബു പറഞ്ഞാൽ എന്താ? 4 കാല് ഉത്തിയിട്ട് എഴഞ്ഞു വരണീനാണ് പറയാം. എഴഞ്ഞെങ്കിലും അവർ വരുമായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർത്തി പറയുന്നത്, ലഖദ് ഹമംതു അൻ ആമുറൽ മുഅദ്ദിൻ ഫയുഖീം,
സുമ്മ ആമുറ റജുലൻ യഉമ്മുന്നാസ്. തിരുനബി പറയാണ്, അപ്പോൾ റസൂലുള്ളാഹി നിസ്കരിക്കാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് ആളുകൾ വരാത്തത്. അപ്പോഴാണ് തിരുനബി ഇത് പറയുന്നത്. നിസ്കാരത്തിന് മുഅദ്ദിനോട് ഇഖാമത്ത് വിളിക്കാൻ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചു. എന്നിട്ട് സുമ്മ ആഖുദ ശുഅലൻ മിൻ നാർ, പിന്നീട് ഒരു തീജ്വാല, തീ കത്തിച്ചിട്ട് തീജ്വാല എടുക്കാനും. അങ്ങനെ ഫഉഹർരിഖ അലാ മൻ ലാ യഖ്റുജു ഇല സ്വലാത്തി ബഅദ്, ഇനിയും നമസ്കാരത്തിന് വന്നിട്ടില്ലാത്തവരുടെ അവരുൾപ്പെടെ അവരെ ചുട്ടുകരിക്കുവാനും ഞാൻ ഉദ്ദേശിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇമാം ബുഖാരിയുടെ റിവായത്താണ്. അപ്പോൾ നിസ്കാരത്തിന് ഇനിയും എത്തിയിട്ടില്ലാത്ത ആളുകളുണ്ട്, പെരയിൽ കുത്തിറക്കണോല്. അപ്പോൾ അവരെ ആ തീ കൊണ്ട് കരിക്കുവാനും ഞാൻ ഉദ്ദേശിക്കുകയുണ്ടായി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വിഷയം, നിസ്കാരം ഒരു ഭാരമായി തോന്നൽ അത് കാപട്യത്തിൻ്റെ ലക്ഷണം, മുനാഫിഖിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ നിസ്കാരങ്ങൾ ഒക്കെ ഒരേപോലെയല്ല. ളുഹർ, അസർ, മഗ്രിബ് അത് പോലെ എല്ലാ ഫജ്റും ഇശയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കപട വിശ്വാസികൾക്ക് അവ രണ്ടും ഏറെ ഭാരിച്ചതാണെന്ന്. കാരണം ഫജ്റിന് വിരിപ്പിന്ന് എഴുന്നേറ്റിട്ട് വരണമെങ്കിൽ കുറച്ച് നയിപ്പ. അതേപോലെ ഇശാക്ക് പെരയിന്ന് പുറപ്പെട്ട് പള്ളിയിലെത്തിയിട്ട് നിസ്കരിക്കണമെങ്കിൽ അതും വലിയ നയിപ്പ. മഗ്രിബ്, അസർ, ദുഹർ ഈ സമയം പള്ളിയുമായി ചുറ്റിപ്പറ്റി, അങ്ങാടിയുമായി ചുറ്റിപ്പറ്റി, ജോലിയുമായി ബന്ധപ്പെട്ട് ഷട്ടർ താത്തിയിട്ടുണ്ടെങ്കിൽ കയറിയ ഭാരമാണെങ്കിലും എളുപ്പമാണ് എന്നർത്ഥത്തിൽ. ഏതായാലും നിസ്കാരം ഭാരമായി തോന്നൽ, വിശിഷ്യ ഫജ്റും ഇശയും, അത് മുനാഫിഖിന്റെ സ്വഭാവമായിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കണം. അവർ വൈകും എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ചില ഹദീസുകൾ വരുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തീജ്വാല എടുത്തിട്ട് അവരെ കരിക്കാൻ ഉദ്ദേശിച്ചു എന്നാണ്. പക്ഷേ റസൂൽ എന്താ കരിക്കാതിരുന്നത്? രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, തീ കൊണ്ട് കരിക്കുക എന്നുള്ളത് മനുഷ്യന്മാർക്ക് പറഞ്ഞ പരിപാടിയല്ല. ആ ശിക്ഷ മനുഷ്യർ നിർവഹിക്കേണ്ടതല്ല. ഈ ഹബ്ബാർ ഇബ്നുൽ അസ്വദും നാഫി ഇബ്നു അബ്ദുൽ ഖൈസും വലിയ ദുഷ്ടന്മാരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഭാഗം ആളുകളെ ഇവരുടെ നേരെ വിടുന്നുണ്ട്. എന്തിനാണെന്നറിയോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ, ഇമാം ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇവരെ പിടികൂടിയിട്ട് റസൂലുള്ളാഹി പറയണം അവരെ തീ ചുടാന്, അവരെ ചുട്ടുകൊല്ലാനാണ് റസൂലുള്ളാഹി പറയുന്നത്. ഹബ്ബാർ ബിൻ അസ്വദിനെയും അതേപോലെ തന്നെ നാഫി ബിൻ അബ്ദുൽ ഖൈസിനെയും റസൂലുള്ളാഹി നിങ്ങൾ പോയിക്കോളി, എന്നിട്ട് അവരെ ഇവിടെ കണ്ടാലും അവിടെ അവരെ ചുടാൻ പറഞ്ഞു, തീ കൊടുത്ത് കരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാർ പറയാണ്, ഞങ്ങൾ പോയി ഓരെ ചുട്ടുകൊല്ലാന്. പക്ഷെ പിറ്റേന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു സന്ദേശവാഹകനെ പറഞ്ഞേക്കാണ്, ഇന്നി കുൻതു അമർത്തുക്കും ബി തഹ്രീഖി ഹദൈൻ അർറജുലൈൻ, ഹബ്ബാർ ബിൻ അൽ അസ്വദിനെയും നാഫി ബിൻ അബ്ദുൽ ഖൈസിനെയും ചുട്ടുകൊല്ലാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് പറഞ്ഞിനി. ലാ യുഅദ്ദബു ബിന്നാരി ഇല്ലല്ലാഹ്, തീ കൊണ്ട് ശിക്ഷിക്കൽ ആര് മാത്രമാണ്? അല്ലാഹു മാത്രമാണ്. വലാകിൻ ഇദാ ലഖീതുമുഹുമാ ഫഖ്തുലുഹുമാ, അവർ രണ്ടാളെ നിങ്ങൾ കാണുകയാണെങ്കിൽ അവരെ കൊന്നാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തീ കൊണ്ട് കൊല്ലരുത്, ചുട്ട് കരിക്കരുത്. പിന്നെ അവർ രണ്ടുപേരെയും കണ്ടാലും നിങ്ങൾ അവരെ കൊല്ലാൻ പറഞ്ഞു. തീ കൊണ്ട് കൊല്ലരുത്, അത് അള്ളാഹ്ക്ക് ഉള്ള ശിക്ഷയാണ് എന്ന് പറഞ്ഞു. എന്തിനാ ഹബ്ബാർ ബിൻ അൽ അസ്വദിനെയും നാഫി ബിൻ അബ്ദുൽ ഖൈസിനെയും കൊല്ലാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? വളരെ ഹീനമായ ഏർപ്പാടുകളായിരുന്നു ഇവർ രണ്ടാളും ചെയ്തിരുന്നത് മുസ്ലിമീങ്ങൾക്ക് നേരെ. എവിടെ? മക്കയിൽ വെച്ച്. അവിടെയുള്ള ദുർബല വിശ്വാസികളെ പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കാണുന്നവരായിരുന്നു ഇവർ, ഈ ദുഷ്ടന്മാർ. എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹ ബദർ യുദ്ധം നടക്കുമ്പോഴും അവർക്ക് മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ? അബുൽ ആസ് ഇബ്നു റബീഅ ഭർത്താവ് ശത്രുപക്ഷത്താണ്, മുശ്രിക്കീങ്ങളുടെ ഭാഗത്താണ്. അവരെ കല്യാണം കഴിച്ചത് അബുൽ ആസാണ്.
അയാളുടെ കൂടെയാണ് ആരുള്ളത്? സൈനബ് റളിയല്ലാഹു തആല അൻഹ ഉള്ളത്. അബുൽ ആസ് ഇബ്നു റബീഅ ബദറിലേക്ക് മുശ്രിക്കീങ്ങളുടെ കൂടെ വന്നു. സൈനബ് അവിടെ മക്കത്ത. അബുൽ ആസ് ഇബ്നു റബീഅനെ യുദ്ധബന്ദിയായിട്ട് പിടിച്ച്, അദ്ദേഹം വധിക്കപ്പെട്ടില്ല. അങ്ങനെ ബന്ദിയായി പിടിച്ച് അങ്ങനെ മുസ്ലിമീങ്ങൾ തീരുമാനിച്ചു ദിയ നൽകിയിട്ടുണ്ട് എങ്കിൽ എല്ലാവരും വിടാന്ന്. അങ്ങനെ സൈനബ് റളിയല്ലാഹു തആല അൻഹ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ആ മാല സൈനബിന് നൽകിയതാണ് ദിയായിട്ട് കൊടുത്തയച്ചത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ടായി. അങ്ങനെ സെയ്ദ് ബിനു ഹാരിസയെയും ഒരു അൻസാരിയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ചെന്ന് സൈനബിനെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹു ചെന്ന് ഒരാട്ടിടയനെ കണ്ട്, ഒട്ടകങ്ങൾ മേക്കുന്ന ഒരാളെ കണ്ട്. അപ്പോൾ ചോദിച്ചു, ആരുടേതാണ് ഒട്ടകം, ആരുടേതാണ് ആട്? അപ്പോൾ ഇത് സൈനബിൻ്റേതാണ് ആടുകൾ, പിന്നെ അബുൽ ആസ് ഇബ്നു റബീഅൻ്റേതാണ് ഒട്ടകങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദിന് കൊടുത്ത ഒരു മോതിരം ഉണ്ടായിരുന്നു അടയാളമായിട്ട്, അത് കൊടുത്തേൽപ്പിച്ചിട്ട് പറഞ്ഞു ഇത് കാണിക്കാൻ പറഞ്ഞു സൈനബിനെ. എന്നിട്ട് സൈനബിനോട് വരാൻ പറഞ്ഞു മദീനത്തേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ സൈനബ് റളിയല്ലാഹു തആല അൻഹു അബുൽ ആസ് ഇബ്നു റബീഅയുടെ സഹോദരൻ കിനാനയുമായിട്ട് എന്ത് ചെയ്യാണ്? വരികയാണ്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പൊ ബദർ കഴിഞ്ഞതല്ലേ, ഉഹദിന്റെ മുമ്പാണ് ഈ സംഭവം. ചില റിപ്പോർട്ടുകളിൽ ഹിന്ദ് ബിന്ത് ഉത്ബ, അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദിന്റെ കീഴിലായിരുന്നു അന്ന് സൈനബ് റളിയല്ലാഹു തആല അൻഹ ഉണ്ടായിരുന്നതെന്നാണ്. അപ്പൊ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര ഇടങ്ങേറാ. ഏതായാലും സൈനബിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കിനാനയുടെ കൂടെ സൈനബ് വരുമ്പോൾ ഈ ഹബ്ബാർ ബിൻ അസ്വദും നാഫിയ ബിൻ അബ്ദുൽ ഖൈസും പിന്നാലെ കൂടി ഈ ഒട്ടകത്തെ ആക്രമിച്ചു. കിനാന നിലത്ത് വീണ്. അതേപോലെ തന്നെ സൈനബ് റളിയല്ലാഹു തആല അൻഹ ഉണ്ടായിരുന്ന ഒട്ടകത്തുമെന്ന് അവരും വീണ്. അവർ ഗർഭിണിയായിരുന്നു. ആ ഗർഭം പോലും അലസിപ്പു, അവർ പ്രസവിച്ചു പോയി. വളരെ പ്രയാസപ്പെട്ടാണ് സൈനബ് റളിയല്ലാഹു തആല അൻഹ പിന്നീട് മദീനയിലേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു രണ്ട് ദുഷ്ടന്മാരായിരുന്നു ഹബ്ബാറും അതേപോലെ തന്നെ നാഫിയ ബിൻ അബ്ദുൽ ഖൈസും. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ നേരെ ഇങ്ങനെ ഒരു സൈന്യത്തെ നിയോഗിക്കുന്നത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. ഏതായാലും ഇവിടെ തീ കൊണ്ട് ചുട്ടുകൊല്ലുക എന്നുള്ളതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴിവാക്കി, അവരെ വധിക്കാനാണ് പറഞ്ഞത്. കാരണം എന്താ? തീ കൊണ്ട് ചുട്ടുകരിക്കുക എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കുന്ന ശിക്ഷയാണ്. അത് മനുഷ്യന്മാർക്ക് പാടുള്ളതല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് നിസ്കാരം ഭാരമായ മുനാഫിഖീങ്ങളെ ചുടാതിരുന്നത് എന്നാണ് ഹദീസിന്റെ തേട്ടം. അത് നമ്മുടെ ഒരു വിഷയം. ഇനി രണ്ടാമത്തേത്, മുനാഫിഖീങ്ങളുടെ നിസ്കാരത്തിന്റെ പ്രത്യേകത അവർ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് പിന്തും എന്നുള്ളതാണ്. അബുൽ അഹ്വസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, ലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അനിസ് സ്വലാത്തി ഇല്ലാ മുനാഫിഖുൻ ഖദ് ഉലിമ നിഫാഖുഹു. ഞങ്ങൾ സഹാബികൾ കണ്ടിരുന്നത് നമസ്കാരത്തിൽ നിന്ന് പിന്തൽ ആരാണ്? മുനാഫിഖുൻ, കപട വിശ്വാസിയാണ്. ഖദ് ഉലിമ നിഫാഖുഹു, നിഫാഖ് അറിയപ്പെട്ട മുനാഫിഖ്. അപ്പൊ കപടനാണ് എന്ന മുനാഫിഖായിരുന്നു നമസ്കാരത്തിൽ നിന്ന് പിന്തുക എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. എന്നിട്ട് പറയണം ഔ മരീദുൻ, അല്ലെങ്കിൽ രോഗി. ഇൻ കാനൽ മരീദു ലിയംശി ബൈന റജുലൈനി ഹത്താ യഅതിയ സലാ, രോഗി പോലും രണ്ടാളുകൾക്കിടയിൽ താങ്ങായി അവരെ സ്വീകരിച്ച് പള്ളിയിലേക്ക് നടന്നു വരുമായിരുന്നു നമസ്കാരത്തിന് എന്നാണ്. പക്ഷെ കപടൻ എന്നാലും വരൂല. അപ്പോ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് പിന്തുന്നതിനെ കുറിച്ചാണ് ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അതാരാണ്? അത് മുനാഫിഖുൻ ഖദ് ഉലിമ നിഫാഖുഹു, അറിയപ്പെട്ട കപടൻ മുനാഫിഖ്, അവന്റെ സ്വഭാവമാണ് എന്നുള്ളതാണ്. അബൂ ഉമൈർ ഇബ്നു അനസിൽ നിന്നുള്ള റിവായത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് പറയാണ്,
ലാ യശ്ഹദുഹുമാ മുനാഫിഖുൻ യാനി സലാത്ത് സുബ്ഹി വൽ ഇശാ. ഖാല അബൂ ബിശ്രിൻ യാനി ലാ യുവാദിബു അലൈഹിമാ. ഇശ നിസ്കാരത്തിനും സുബഹി നമസ്കാരത്തിനും മുനാഫിക്ക് ഹാജരാകൂല എന്നാണ്. മുനാഫിക്ക് ഹാജരാകൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിസ്കരിക്കൂല എന്നല്ല, നിസ്കരിക്കും, പക്ഷെ ഹാജരാകൂല എന്ന് പറഞ്ഞാൽ ജമാഅത്തിന് പള്ളിയിലെത്തൂല എന്നാണ്. ലാ യുവാദിബു അലൈഹിമ എന്ന് പറഞ്ഞാൽ അതിൽ മുവാദവത്ത് ഇല്ല എന്നാണ്, നിത്യത ഇല്ല എന്നാണ്. അപ്പൊ ചിലപ്പോഴൊക്കെ ജമാഅത്തിന് വരും, ചിലപ്പോഴൊക്കെ ജമാഅത്തിന് വരൂല. അപ്പോ സുബഹി നമസ്കാരത്തിന്റെയും ഇശ നമസ്കാരത്തിന്റെയും ജമാഅത്തിന് സാക്ഷികളാവുകയില്ല എന്നാണ്. അത് മുനാഫിക്കിന്റെ നിസ്കാരാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ജമാഅത്തിൽ നിന്ന് വൈകിട്ട് ഒരാൾ പിന്നെ വന്ന് നിസ്കരിക്കുന്നുണ്ട്, ഒരാൾ വേറെ വന്ന് നിസ്കരിക്കുകയാണ്. അപ്പൊ ഇബ്നു മസ്ഊദ് എന്താ പറയുന്നത് അറിയോ? വലൗ അന്നകും സല്ലൈതും ഫീ ബുയൂതികും കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫു ഫീ ബൈതി ലതറക്തും സുന്നത നബിയിക്കും. ഈ വൈകി വരണ നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ വീടിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നബിയുടെ സുന്നത്തിനെയാണ് നിങ്ങൾ ഉപേക്ഷിക്കുന്നത്. വലൗ തറക്തും സുന്നത നബിയിക്കും ലളൽതും. നിങ്ങളുടെ പ്രവാചകന്റെ സുന്നത്തിനെ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വഴിതെറ്റിയത് തന്നെ. എന്നിട്ട് പറയാണ് വമാ മിർ റജുലിൻ യതതഖറു ഫയുഹ്സിനു തഹൂർ സുമ്മ യഅമുദു ഇലാ മസ്ജിദിൻ മിൻ ഹാദിഹിൽ മസാജിദ്. ഒരാൾ വുളു ചെയ്ത് പള്ളിയെ ലക്ഷ്യമാക്കുകയാണ് എങ്കിൽ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി ഖുത്വത്തിൻ യഖ്തുഹാ ഹസന. അയാളുടെ ഓരോ കാൽവെപ്പുകൾക്കും അള്ളാഹു ഓരോ ഹസനത്ത് പുണ്യം രേഖപ്പെടുത്തും. വയർഫഉ ബിഹാ ദറജ. അള്ളാഹു അയാൾക്ക് ആ ഓരോ കാൽവെപ്പുകളിലൂടെ ഒരു പദവി ഉയർത്തും. വയഹത്തു അൻഹു ബിഹാ സയ്യിഅ. അയാളുടെ ഒരു തിന്മ അയാളെ തൊട്ട് അള്ളാഹു മായ്ക്കുകയും ചെയ്യും. എന്നിട്ട് ഇബ്നു മസ്ഊദ് പറയാണ് റളിയല്ലാഹു തആല അൻഹു വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ, സഹാബികളുടെ കാലഘട്ടത്തിൽ നമസ്കാരത്തിൽ നിന്ന് പിന്തൽ അറിയപ്പെട്ട കപടൻ മാത്രമാണ്. വലഖദ് കാന الرجل يؤتى به يهادى بين الرجلين حتى يقام في الصف. ചില മനുഷ്യന്മാരെ രണ്ടാൾ വലിച്ചു കൊണ്ടിരുന്നാണ്, എന്നിട്ട് സഫിൽ കൊണ്ടുവന്നിട്ട് നിർത്താറുണ്ടായിരുന്നു. പെരയിൽ നിസ്കരിക്കാൻ സമ്മതിക്കൂല, വൈകി നിസ്കരിക്കാനും സമ്മതിക്കുമായിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഈ ലക്ഷണം പറയപ്പെട്ട നമ്മൾ ഏറെ പേടിക്കണം എന്ന് പറഞ്ഞ മുനാഫിക്കിന്റെ നിസ്കാരം അതിൽ പെട്ടതാണ് ജമാഅത്തിൽ നിന്ന് പിന്തി നിസ്കരിക്കുക എന്നുള്ളത്. അത് ഹദീസിനാൽ സ്ഥാപിതമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആശയം. ഇനി മൂന്നാമത്തേത് നിസ്കാരം പിന്തിപ്പിക്കുക, വിശിഷ്യ അസ്ർ നിസ്കാരം അസ്തമയത്തിലേക്ക് പിന്തിപ്പിക്കുക. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ അലാ ഇബ്നു അബ്ദുറഹ്മാൻ അനസ് റളിയല്ലാഹു തആല അൻഹു കുറച്ചാലം ബസറയിൽ പാർത്തിരുന്നു. ബസറ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇറാഖിൽ. അനസ് റളിയല്ലാഹു അൻഹു കുറച്ച് അവിടെ പാർത്തിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു ദീർഘകാലം ജീവിച്ച സഹാബിയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖാദിമ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത് മദീനയിൽ ജീവിച്ച അനസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗം വരെ തിരുനബി നബിയുടെ ഖാദിമാണ്. റസൂൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ അക്സിർ വലദഹു വഅതിൽ ഉംറഹു. അല്ലാഹുവേ ഇദ്ദേഹത്തിൻ്റെ സന്തതികൾ അധികരിപ്പിക്കണമേ, ആയുസ് നീട്ടിക്കൊടുക്കണമേ, സന്തതികളിലും സമ്പത്തിലും ബർക്കത്ത് ചൊരിയണം. അങ്ങനെ ഈ റിവായത്തുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് ധാരാളം സ്വത്തുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് നല്ല ദീർഘായുസ്സും കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബസറയിൽ അനസ് റളിയല്ലാഹു അൻഹു താമസിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് അലാ ഇബ്നു അബ്ദുറഹ്മാൻ ബുഹുർ നിസ്കരിച്ചിട്ട് അനസ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ചെന്ന്. പള്ളീൻ്റെ അടുത്തായിരുന്നു അനസ് റളിയല്ലാഹുവിൻ്റെ വീട്. അപ്പൊ അനസ് ചോദിച്ചു, അസല്ലൈതുമുൽ അസ്ർ, നിങ്ങൾ അസ്ർ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ അലാ ഇബ്നു അബ്ദുറഹ്മാനും കൂട്ടരും പറഞ്ഞു, ഞങ്ങളിപ്പോ ദുഹർ നിസ്കരിച്ചിട്ടുള്ളൂ, ഞങ്ങളിപ്പോ ദുഹർ നിസ്കരിച്ചിട്ട് ഞങ്ങളെ പെരേക്ക് കയറിയത്. അപ്പോൾ ദുഹറിനെ പിന്തിപ്പിച്ച് അനസ് അസർ നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്തേക്കാണ് അവിടെ അസർ ആയിട്ടുള്ളത്, അവരുടെ ദുഹർ എത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ എപ്പോഴാണ് അസർ നിസ്കരിക്കാൻ? ആ കണക്കിന് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ്. അപ്പൊ അനസ് റളിയല്ലാഹു തആല അൻഹു അവിടെ വെച്ച് പറഞ്ഞു കൊടുത്ത ഹദീസാണ്,
സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ, തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, തിൽക സലാത്തുൽ മുനാഫിഖ്, അത് കപട വിശ്വാസിയുടെ നിസ്കാരമാണ്. യജ്ലിസു, കപട വിശ്വാസി ഇങ്ങനെ ഇരിക്കും, യർഖുബു ശംസ്, സൂര്യനെ പ്രതീക്ഷിച്ച്, ഹത്താ ഇദാ കാനത് ബൈന ഖർനൈ ശൈത്താൻ, സൂര്യൻ ശൈത്താന്റെ രണ്ട് കൊമ്പുകൾക്കിടയിലായാൽ, എന്നാൽ അസ്തമിക്കണ സമയത്തായാൽ, ഖാമ, മൂപ്പര് നിസ്കരിക്കാൻ നിൽക്കും. ഫനഖറഹ അർബഅൻ, 4 റക്അത്ത് അയാൾ നഖറഹ എന്നാണ്. നഖറ എന്ന് പറഞ്ഞാൽ എന്താ? കൊത്തുക എന്നാണ്. പക്ഷി കൊത്തൂലേ, ധാന്യം കൊത്തിപ്പെറുക്കൂലേ, അതേപോലെ 4 കൊത്തലാണ്. സ്പീഡ് മോഷനിലൊരു നിസ്കാരം. ലാ യദ്കുറുല്ലാഹ ഫിഹ ഇല്ലാ ഖലീല, അള്ളാഹുവിനെ അതിൽ വളരെ കുറച്ച് മാത്രമേ സ്മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അസറിനെ പിന്തിപ്പിക്കുക അസ്തമയത്തേക്ക്. ആ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് തിൽക സലാത്തുൽ മുനാഫിഖ്, അത് മുനാഫിഖിന്റെ നിസ്കാരാകുന്നു എന്നാണ്, കപട വിശ്വാസിയുടെ നിസ്കാരമാകുന്നു എന്നാണ്. അപ്പൊ എന്താ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അയ്യുൽ അമലി അഫ്ദൽ, കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അസ്സലാത്തു ഫി അവ്വലി വഖ്തിഹ, നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. തുടക്കത്തിൽ തന്നെ നിസ്കരിക്കണം. ഇശയുടെ നിസ്കാരത്തിന് മാത്രമാണ് പിന്തിപ്പിക്കൽ ഉത്തമമായത്. എപ്പോ? ജമാഅത്തായിട്ട് ആദ്യ സമയത്ത് നിസ്കാരം ഇല്ലെങ്കിൽ, ജമാഅത്തായിട്ട് പള്ളിയിൽ ആദ്യ സമയത്ത് തന്നെയാണ് നിസ്കാരമെങ്കിൽ ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് ഇശയും ഉത്തമം. എന്നാൽ ഇശയെ പിന്തിപ്പിച്ച് നിസ്കരിക്കുകയാണെങ്കിലോ അത് ഉത്തമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശയെ പിന്തിപ്പിക്കാറുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ച് സ്ത്രീകളും കുട്ടികളൊക്കെ പള്ളിയിലുണ്ടാകും, അതേപോലെ തന്നെ ആളുകളും ഉണ്ടാകും. ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയും, കുട്ടികൾ, സ്ത്രീകൾ, അതേപോലെ തന്നെ ആളുകൾ ഉറങ്ങി തുടങ്ങി, കൂർക്കവലി കേൾക്കായിരുന്നു എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ പിന്നീട് വന്നിട്ടായിരുന്നു നിസ്കരിച്ചിരുന്നത്. പിന്തി നിസ്കരിക്കൽ ഉത്തമമാണ്. പിന്തി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഫജറിലേക്ക് നിസ്കരിക്കാൻ നീട്ടിയിടുക എന്നുള്ളതല്ല. പിന്നെയോ അതിൻ്റെ അഫ്ദലായ ടൈം അർദ്ധരാത്രിയോട് അടുപ്പിച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ജമാഅത്തായിട്ടുള്ള നിസ്കാരം അത് നേരത്തെ നടക്കുന്നില്ല എങ്കിൽ, നേരത്തെ നടക്കുന്നുണ്ട് എങ്കിൽ ജമാഅത്തിൽ പങ്കെടുക്കൽ തന്നെയാണ് അഫ്ദലായിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കണം. ഇതേപോലെ ദുഹർ, അവിടെ ഒരു അനുബന്ധ മസലയാണ്. ദുഹർ ചൂട് കൂടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അബിരിദുഹ, ദുഹറിനെ നിങ്ങൾ തണുപ്പിക്കാൻ പറഞ്ഞു. എങ്ങനെ തണുപ്പിക്കുക? അസറിന്റെ സമയത്തെ കുറച്ച് ഇങ്ങോട്ട് ആക്കാൻ. കാരണം ചൂട് കാലത്ത് ഇന്നത്തെ മാതിരിയല്ല, അന്ന് ചൂട്ടുപഴുത്ത മണല്ല സുജൂദ്. വെയിൽ വന്നിട്ടുണ്ട് എങ്കിൽ, പുറത്ത് വെയിലുള്ളുണ്ടെങ്കിൽ നേരെ പള്ളിൻ്റെ ഉള്ളിൽ വെയിലുണ്ടാവുമായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് പറഞ്ഞത്, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എങ്കിൽ അസറിന്റെ സമയത്തേക്ക് പിന്തിപ്പിക്കാൻ പറഞ്ഞു. ഇപ്പൊ എയർ കണ്ടീഷനിൽ തണുപ്പ് കാലത്ത് അത്ര കുളിരുണ്ടാവില്ല, അത്ര മാത്രം ഉഷാറായിട്ടാണ് പള്ളികൾ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ നിഅമത്താണ് സംവിധാനിക്കപ്പെട്ടുള്ളത്. എന്നിട്ട് മനുഷ്യന്മാർക്ക് 100 ഒഴിവ് കഴിവ, അള്ളാഹു കാക്കട്ടെ. നമുക്കൊക്കെ ആ രോഗമുണ്ട്, അള്ളാഹു നമുക്കൊക്കെ ഹിദായത്ത് നൽകട്ടെ. അപ്പൊ എന്താ? അസറിനെ പിന്തിപ്പിക്കുക, നിസ്കാരത്തെ ടൈം തൊട്ട് പിന്തി. അത് ആരുടെ പ്രത്യേകത? അത് മുനാഫിഖിന്റെ സലാത്ത്, നമസ്കാരത്തിന്റെ പ്രത്യേകതയാണ്. പിന്നെ ഈ ഹദീസിന്റെ ഒരു ലഫ്ള് അതെന്താ? നഖറുസ്സലാ എന്നാണ്. നഖറുസ്സലാ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തെ പക്ഷി കൊത്തുന്നത് പോലെ നിസ്കരിക്കുക. അത് മുനാഫിഖിന്റെ നിസ്കാരമാണെന്നാണ് പറഞ്ഞത്. അതിന്റെ വിഷയത്തിൽ വേറൊരു ഹദീസ് കൂടി ഉണ്ട്. അതെന്താ? അബൂ അബ്ദുല്ലാ അൽ അശ്അരി പറയാണ്, സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി അസ്ഹാബിഹി, റസൂലുള്ളാഹി തന്റെ സഹാബത്തിനെയും കൊണ്ട് നിസ്കരിച്ചു. സുമ്മ ജലസ ഫീ ഇസാബത്തിൻ മിൻഹും, എന്നിട്ട് സഹാബികളിൽ കുറച്ച് ആളുകളോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു. ഫദഖല റജുലു യുസല്ലി, അപ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. ഫജഅല ലാ യർകഉ വയൻഖുറു ഫീ സുജൂദിഹി, റുകൂഇല്ല, സുജൂദിൽ തന്നെയും പക്ഷി കൊത്തുന്നത് പോലെ. വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൻദുറു ഇലൈഹി, ആ മനുഷ്യൻ നിസ്കരിക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുകയാണ്. ഫഖാൽ, തിരുനബി പറഞ്ഞു, തറൗന ഹാദാ ലൗ മാത് അലാ ഗൈരി മില്ലത്തി മുഹമ്മദിൻ, ആ മനുഷ്യനെ കണ്ടോ? മൂപ്പര് മരിക്കുകയാണെങ്കിൽ മുഹമ്മദ് നബിയുടെ മില്ലത്തിലല്ല അയാൾ മരിക്കുന്നത്, ഇസ്ലാമിലല്ല എന്നിട്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. യൻഖുറു സലാതഹു കമാ യൻഖുറുൽ ഗുറാബുദ്ദം, മൂപ്പര് നിസ്കാരത്തിൽ കൊത്തുന്നത് കാക്ക രക്തം കൊത്തുന്നത് പോലെയാണ്. മസലുല്ലദി യുസല്ലി വലാ യർക വയൻഖുറു ഫീ സുജൂദിഹി കജാഇഇൻ ലാ യഅകുലു ഇല്ലാ തംറതൻ ഔ തംറതൈൻ ഫമാ യുഗ്നിയാനി അൻ, റുകൂ ശരിയാക്കാതെ
സുജൂദിൽ കാക്ക രക്തം കൊത്തുന്നത് പോലെ നിസ്കരിക്കുന്നവന്റെ നിസ്കാരം പറ്റ വിശന്ന് പൊരിഞ്ഞ ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. പറ്റ വിശന്ന് പൊരിഞ്ഞ ഒരു മനുഷ്യൻ എന്താ യൗകുലു ലാ യൗകുലു ഇല്ലാ തമ്രത്തൻ ഔ തമ്രത്തൈൻ, ഒന്നോ രണ്ടോ കാരക്ക തിന്നാൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ? പറ്റ വിശക്കണ ഒരു മനുഷ്യൻ ഒന്നോ രണ്ടോ കാരക്ക തിന്നാൽ ഫമാ യുഗ്നിയാനു അൻഹു, അത് അയാൾക്കൊരു ഉപകാരം ഇപ്പോൾ ഉണ്ടാവില്ല. ഞങ്ങൾ മലപ്പുറത്ത് പറയും വല്യള്ളിയൊക്കെ കൂടി ഈച്ച പാറിയ മാതിരി. വലിയ വള്ളിയിലൊരു ഈച്ച പാറിയാൽ എന്താ? ഇതേപോലെ ആയിരിക്കും വിശന്ന് പൊരിഞ്ഞൊരു മനുഷ്യനൊരു കാരക്കെന്ന്. അപ്പം അതുപോലെയാണ് ഇവന്റെ നിസ്കാരം എന്നാണ് പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫഅസ്ബിഗുൽ വുദു വൈലുൽ ലിൽ അഖാബി മിനൻ നാർ വഅതിമുർ റുകൂഅ വസ്സുജൂദ്. നിങ്ങൾ വുദു പൂർണ്ണമായിട്ട് എടുക്കുക. വുദു ചെയ്യുമ്പോൾ നനയാത്ത മടമ്പുംകാലുകൾ നരകത്തിലാണ്. അതുകൊണ്ട് മടമ്പുംകാലൊക്കെ വെള്ളത്തിച്ച് വുദു ചെയ്യണം. എന്നിട്ട് വഅതിമുർ റുകൂഅ വസ്സുജൂദ്, റുകൂഉം സുജൂദൊക്കെ ഇത്മാമ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായിട്ട് റുക്കൂയിൽ അടങ്ങിപ്പാർത്ത് സുജൂദിൽ അടങ്ങിപ്പാർത്ത്. അടങ്ങിപ്പാർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മണിക്കൂറുകൾ നീണ്ടു നിൽക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ റുക്കൂയിലും സുജൂദിലൊക്കെ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ ചൊല്ലേണ്ട സമയം അവിടെ അടങ്ങുക എന്നുള്ളതാണ്, ഒതുങ്ങുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം മുനാഫിക്കിന്റെ നിസ്കാരത്തിന്റെ പ്രത്യേകതയാണെന്ത്? അത് കാക്ക കൊത്തുന്നത് പോലെ ആയിരിക്കും ആ നിസ്കാരം. അപ്പം അങ്ങനെ ഒരാളുടെ നിസ്കാരമാണ് എങ്കിൽ അത് സൂക്ഷിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇനി അടുത്തത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഈ വിഷയത്തിൽ പറഞ്ഞൊരു വചനമുണ്ട്. അത് വളരെ ഹൃദ്യമായൊരു വചനം. അബൂ ഹുറൈറ റളിയല്ലാഹു പറയാണ് ഇന്നലിൽ മുനാഫിഖീന അലാമാതുൻ യുറഫൂന ബിഹ. ഇന്നലിൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങൾക്കുണ്ട് അലാമാതുൻ, ചില ലക്ഷണങ്ങൾ. യുറഫൂന ബിഹ, ആ ലക്ഷണങ്ങളിലൂടെ നമുക്ക് മുനാഫിക്കിനെ വായിക്കാൻ പറ്റും. ഇയാൾ മുനാഫിക്കാണെന്നുള്ളത് അതിലൂടെ അറിയാൻ പറ്റും. അങ്ങനത്തെ ചില അടയാളങ്ങൾ മുനാഫിക്കുകൾക്ക് മുനാഫിഖീനുണ്ട് എന്ന് അബൂ ഹുറൈറ. എന്നിട്ട് എന്താ പറഞ്ഞത്? തഹയ്യത്തുഹും ലാന, അവരുടെ തഹയ്യത്ത് ലാനത്തായിരിക്കും, ശാപായിരിക്കും. പണ്ടാറക്കാലം വരുന്നതെന്നൊക്കെ പറയില്ലേ, എന്ന മാതിരി അവരുടെ അഭിവാദ്യം ശാപമായിരിക്കും. വതആമുഹും നുഹ്ബ, അവരുടെ ഉപജീവനം അത് തട്ടിയെടുത്തതായിരിക്കും. തട്ടിയെടുക്കൽ പരസ്യമായാലും രഹസ്യമായാലും. വഗനീമത്തുഹും ഗുലൂൽ, അവർക്കുള്ള ഗനീമത്ത്, യുദ്ധാർജിത സ്വത്ത്, അത് കവർന്നെടുത്തതായിരിക്കും, ചതിച്ചെടുത്തതായിരിക്കും. വലാ യഖ്റബൂനൽ മസ്ജിദ് ഇല്ലാ ഹജ്റ, വലാ യഖ്റബൂനൽ മസ്ജിദ്, അവർ പള്ളിയോട് അടുക്കൂല. ഇല്ലാ ഹജ്റ, എന്നാൽ അവർ പള്ളികളെ ഹജ്ർ ചെയ്യാണ് ചെയ്യുക. ഇല്ല എന്നാണ് അവിടെ ലാക്കിൻ എന്ന മാനയിൽ. എന്നാൽ അവർ പള്ളിയെ വെടിയുകയാണ് ചെയ്യുക. നമ്മളെ നാട്ടിൽ പറയല്ലേ, വെച്ചുത്തിയാൽ പോലും പടിഞ്ഞാട്ടേക്ക് വീഴാത്ത ജാതി. വെച്ചുത്തിയിട്ട് വീഴുമ്പോൾ അബദ്ധത്തിൽ വീഴാണല്ലോ. നമ്മളെ കാലൊക്കെ കുത്തിയിട്ടുണ്ടല്ലോ ഒരു വീഴ്ച അബദ്ധത്തിൽ. അതുവരെ ചിലർ പടിഞ്ഞാട്ടേക്ക് വീഴൂല. അതേ അങ്ങനത്തെ മനുഷ്യന്മാർ, അതാണ് മുനാഫിക്കിന്റെ ലക്ഷണമായിട്ട് പറയുന്നത്. വലാ യഅ്തൂന സ്വലാത്ത ഇല്ലാ ദബ്റ, അബൂ ഹുറൈറ പറയാണ് വലാ യഅ്തൂന സ്വലാ, അവർ നമസ്കാരത്തിന് എത്തുകയില്ല ഇല്ലാ ദബ്റ, ദബ്റായി കൊണ്ടല്ലാതെ. ദബ്ർ എന്ന് പറഞ്ഞാൽ എന്താ? ദബ്ർ എന്ന് പറഞ്ഞാൽ ഹീന കാദൽ ഇമാമു അൻ യഫ്റഗ എന്നാണ്. ഇമാമ് സലാം വീട്ടണ നേരത്ത്, ഇമാമ് സലാം വീട്ടണ നേരത്താണ് അവര് നിസ്കാരത്തിന് എത്തുക എന്നാണ്. മൂപ്പര് ഓടി വരും. അങ്ങനെ അങ്ങോട്ട് ഇരുന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, മൂപ്പർക്ക് സലാം നിസ്കാരം കിട്ടി. ഇങ്ങനെ ഉള്ള അവസ്ഥ, അതാണ് പിന്നെ മുനാഫിക്കിന്റെ മറ്റൊരു ലക്ഷണം. പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ് ഇല്ലാ ദബ്റൻ മുസ്തക്ബിരീൻ, അഹങ്കാരികളായിക്കൊണ്ട്. ലാ യഅ്ലിഫൂൻ വലാ യുഅ്ലഫൂൻ, അവർ ആളുകളിലേക്ക് ഇണങ്ങൂല, അവർ ഇണക്കപ്പെടൂല. വിരിശി കിടക്കാത്ത ജാതി എന്ന് പറയല്ലേ, ആർക്കും പിടുത്തം കിട്ടൂല. അങ്ങനത്തെ കൗം. ഖുശുബും ബില്ലൈൽ, കപടവിശ്വാസികളുടെ മറ്റൊരു ലക്ഷണമാണ് ഖുശുബും ബില്ലൈൽ, അവർ രാത്രി മരത്തടികളാണെന്ന്. എന്താ രാത്രി മരത്തടി എന്ന് പറഞ്ഞാൽ? പിന്നെ രാത്രി നിസ്കാരത്തിനൊന്നും എഴുന്നേൽക്കൂല, അങ്ങനത്തെ ഒരു ഇത്. പിന്നെ മരം വെട്ടിയിട്ട മാതിരി കിടക്കും, കടപ്പുറത്ത് തിരണ്ടി വലിച്ചിട്ട മാതിരി അറിയില്ലേ, അതേപോലെ ഒരനക്കം ഉണ്ടാവില്ല, കിടക്കും. അതാണ് സുഹ്ബും ബിന്നഹാർ, പകലിൽ സുഹ്ബാണ്. സുഹ്ബ് എന്ന് പറഞ്ഞാൽ വായാടികൾ.
അപ്പോൾ ഇതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കപട വിശ്വാസികൾക്ക് പറഞ്ഞ അലാമത്ത്, ഇതുണ്ടെങ്കിൽ സൂക്ഷിച്ചോളിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കപട വിശ്വാസത്തിൻ്റെ ലക്ഷണമാണ് എന്നാണ്. പിന്നെ കപട വിശ്വാസികളുടെ ലക്ഷണമായിട്ട് ഇനി തെളിവുകളിലുള്ളത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ 2 ലക്ഷണം. എന്താ? ഒന്ന്, നിസ്കാരത്തിന് നിന്നാൽ അലസത, അലസന്മാരായിട്ട് നിസ്കരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ് വഹുവ ഖാദിഉഹും. നിശ്ചയം കപട വിശ്വാസികൾ അവർ അള്ളാഹുവിനെ ചതിക്കുന്നു, യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനെ ചതിക്കല്ല, അള്ളാഹു അവരെ ചതിക്കുക ചെയ്യുന്നത്. വഇദാ ഖാമു ഇലസ്സലാഹ്, അവർ നമസ്കാരത്തിലേക്ക് നിന്നാൽ ഖാമു കുസാല, അവർ അലസന്മാരാണ്, മടിയന്മാരാണ്. യുറാഊന അന്നാസ്, അവർ ജനങ്ങളെ കാണിക്കുന്നു. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, നിസ്കാരത്തിൽ അവർ അള്ളാഹുവിനെ വളരെ കുറച്ച് മാത്രമാണ് സ്മരിക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. എന്താ ഈ പറഞ്ഞത്? നിസ്കാരത്തിന് നിന്നാൽ അലസത, അതിൽ അള്ളാഹുവിനെ സ്മരിക്കൽ തുലം കുറവാണ്. അവർ ആളുകളെ കാണിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഇത് മുനാഫിക്കീങ്ങളെ കുറിച്ച്, ഏത് മുനാഫിക്കീങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നതായ വലിയ നിഫാഖിൻ്റെ ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നത്. അപ്പോൾ നിസ്കാരത്തിൽ അലസത വരുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ലോകമാന്യത വരുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിനെ സ്മരിക്കൽ കുറവാകുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ സഹ്വിൽ, മറവിയിൽ, അശ്രദ്ധയിൽ മനുഷ്യന്മാർക്ക് അള്ളാഹു മറവി പറഞ്ഞിട്ടുണ്ട്. നിസ്യാനിൽ നിന്നാണ് ഇൻസാൻ. നിസ്യാൻ എന്ന് പറഞ്ഞാൽ മറവിയാണ്. മറവി മനുഷ്യ സഹജമാണ്, ചിലപ്പോൾ മറന്നു വരും. പക്ഷെ അതൊരു നിത്യ ജോലിയായാലോ, എന്നും സഹവിൻ്റെ സുജൂദ് ചെയ്യാൻ വേണ്ടി മറക്കണ ഒരാളാണ് കാരണം അതൊരു വലിയ പ്രയാസം തന്നെയാണ്. പിന്നെ അലസത, ചാരി നിന്ന്, ഒറ്റക്കാലിൽ മറ്റേ കാലിൽ കയറ്റി വെച്ച് നിന്ന്, ഊരക്ക് കയ്യൊടുത്ത് നിന്ന് എത്ര വിധം നിസ്കാരങ്ങൾ കാണാൻ സാധിക്കും? ചിലർ ഒരു 5 മിനിറ്റ് നിസ്കാരത്തിൽ 50 പ്രാവശ്യം കോട്ടായിടും. തസാഉബ്, അതൊരു ഭയങ്കര വിഷയമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കപട വിശ്വാസികളുടെ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മളുടെ നിസ്കാരം വഴിമാറുന്നുണ്ടോ എന്നുള്ളത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മറ്റൊരു നിസ്കാരത്തെക്കുറിച്ചാണ്, കപട വിശ്വാസികളുടെ. അതെന്താ? ഇത് സൂറത്ത് നിസായിലായത്താണ് നിങ്ങൾ കേട്ടത്. ഈ സൂറത്ത് തൗബ 54-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറു ബില്ലാഹി വറസൂലി. കപട വിശ്വാസികളെ കുറിച്ച് പറയാണ്, കപട വിശ്വാസികളുടെ ദാനധർമ്മം അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണം എന്താ? അവർ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും അവിശ്വസിച്ചു എന്നുള്ളതാണ്. കപട വിശ്വാസികൾ ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട് ഇസ്ലാമിൻ്റെ താടി വെച്ച് തലപ്പാവ് ധരിച്ചിട്ടാണ് നടക്കുന്നതെങ്കിലും അവർ സദക്ക കൊടുക്കുന്നുണ്ടെങ്കിലും അവരുടെ സദക്ക സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണം അവർ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും അവർ അവിശ്വസിച്ചിരിക്കുന്നു. അവർ നിസ്കാരത്തിന് വരുന്നത് തന്നെ കുസാല, അലസന്മാരായിട്ടാണ്. ആദ്യത്തെ ആയത്തിൽ പറഞ്ഞത് എന്താ? വൈദാ ഖാമു ഇല സലാത്തി ഖാമു കുസാല, കൈ കെട്ടിയാ പിന്നെ കുസാല, അലസന്മാരാണ്. മറ്റേത് അങ്ങനെയല്ല, മറ്റേതാ വരുന്നത് തന്നെ കുസാല, കാലും അമ്മിക്കുട്ടി ആയിട്ട് വെച്ചിങ്ങനെ വിചാരിക്കും, ഭാരിച്ച കാലുവെപ്പുകളാണ്. പിന്നെ വന്നിട്ടുള്ള അവസ്ഥ തന്നെ ആദ്യം പറഞ്ഞത്, വലാ യഅ്തൂന സലാത്ത ഇല്ലാ വഹും കുസാല. പിന്നെ പറയാണ് വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. വലാ യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുകയില്ല, ഇല്ലാ വഹും കാരിഹൂൻ, അവർ നീരസമുള്ളവരായിക്കൊണ്ടല്ലാതെ, അറപ്പുള്ളവരായിക്കൊണ്ടല്ലാതെ. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഫാഖിൻ്റെ ആളുകൾക്ക് അവരുടെ നമസ്കാരത്തിന് പറഞ്ഞ ചില പ്രത്യേകതകളാണ് ഈ 2 ആയത്തുകളിൽ നമ്മൾ കേട്ടത്. അലസന്മാരായിട്ട് വരിക, നിസ്കാരത്തിൽ അലസത, ലോകമാന്യത, അള്ളാഹുവിനെ വളരെ കുറച്ച് മാത്രം സ്മരിക്കുക. ഇതൊക്കെ മുനാഫിഖീങ്ങളുടെ നിസ്കാരത്തിൻ്റെ പ്രത്യേകതയായിട്ടാണ് സഹോദരന്മാരെ നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നത്. ഇങ്ങനെ നിസ്കരിച്ച് ആഖിറത്തിലേക്ക് എത്തിയാൽ എന്താ അവസ്ഥ? അത് വളരെ ഗൗരവമുള്ള മറ്റൊരു മസല. അബൂ സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ നിസ്കരിച്ച് അവിടെ എത്തിയിട്ടുണ്ട് എങ്കിൽ
അവരുടെ അവസ്ഥ വിശദീകരിക്കുന്ന ഒരു സംഭവമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യൗമ യുക്ശഫു അൻ സാഖിൻ വയുദ്ഉന ഇല സുജൂദ് ഫലാ യസ്തതിഊൻ ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല വഖദ് കാനൂ യദ്ഉന ഇല സുജൂദി വഹും സാലിമൂൻ. ഏത് സൂറത്തിലാ? സൂറത്ത് നൂൻ വൽ ഖലം. അതിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ അവസാന ഭാഗത്ത് പറയാണ്, യൗമ യുക്ശഫു അൻ സാഖിൻ, അല്ലാഹ് സാഖിനെ തൊട്ട് വെളിപ്പെടുത്തപ്പെടും. വയുദ്ഉന ഇല സുജൂദ്, സുജൂദിലേക്ക് ആളുകൾ ക്ഷണിക്കപ്പെടും. ഫലാ യസ്തതിഊൻ, അപ്പോൾ അവർക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കുകയില്ല. സാഖ് വെളിപ്പെടുത്തപ്പെടുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുപാദം, അള്ളാഹുവിൻ്റെ മഹത്വത്തിനും പൂർണ്ണതക്കും അനുയോജ്യമായ അള്ളാഹുവിന് ഒരു തിരുപാദമുണ്ട്, ഖദമുണ്ട്. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചു. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹദീസുകളിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സഹിഹായി വന്ന ഹദീസുകളിൽ. ഈ അള്ളാഹുവിൻ്റെ തിരുപാദം അള്ളാഹു കാണിക്കും, എന്നിട്ട് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ ക്ഷണിക്കും. അതിനെക്കുറിച്ചാണ് പറയുന്നത്, യൗമ യുക്ശഫു അൻ സാഖിൻ വയുദ്ഉന ഇല സുജൂദ്, സുജൂദിലേക്ക് ആളുകൾ ക്ഷണിക്കപ്പെടും. ഫലാ യസ്തതിഊൻ, അപ്പോൾ ആളുകൾക്ക് സാധിക്കൂല. ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, അന്ന് ആളുകൾ ഉണ്ടല്ലോ, ഈ സാധിക്കാത്ത ആളുകൾ, അവർ നിന്യത പൊതിയപ്പെട്ടവർ, മൂടപ്പെട്ടവരായിരിക്കും. അവർ നിന്യന്മാരായിരിക്കും, അവരുടെ നോട്ടം, ദൃഷ്ടി. എന്നിട്ട് എന്താ അള്ളാഹു പറയുന്നത്, വഖദ് കാനൂ യദ്ഉന ഇല സുജൂദ് വഹും സാലിമൂൻ, അവർ സുരക്ഷിതരായിരുന്ന അവസ്ഥയിൽ അവരെ സുജൂദിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നാണ്. പക്ഷെ അന്ന് അവരെന്ത് ചെയ്തിരുന്നില്ല? സുജൂദ് ചെയ്തിരുന്നില്ല. ഈ ആയത്തിന്റെ വിശദീകരണം അബൂ സഈദിൽ നിന്നുള്ള 2 റിവായത്തുകളുണ്ട്. ആ റിവായത്തുകളുടെ അർത്ഥം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു റിവായത്തിൽ നിന്നുള്ളത് അറിയാം, വിചാരണയുടെ വേദിയിൽ ഫലാ യുകല്ലിമുഹു ഇല്ലൽ അംബിയ, നബിമാര് മാത്രമായിരിക്കും സംസാരിക്കുക. ഇമാം ബുഖാരിയുടെ റിവായത്ത്. ഫയഖൂലു ഹൽ ബൈനകും വബൈനഹു ആയ, അള്ളാഹു ചോദിക്കും, അള്ളാഹുവിനും നിങ്ങൾക്കും ഇടയിൽ വല്ല ദൃഷ്ടാന്തവും അടയാളവും ഉണ്ടോ എന്ന് ചോദിക്കും. ഫയഖൂലൂൻ അസ്സാഖ്, അവ പറയും സാഖ് ഉണ്ട് എന്ന് പറയും. അള്ളാഹു പാദം കാണിക്കും തന്നെ, അതുണ്ട് എന്ന് പറയും. ഫയക്ഷിഫു അൻ സാഖിഹി, അള്ളാഹു തൻ്റെ കാൽപാദത്തെ വെളിപ്പെടുത്തും. ഫയസ്ജുദു ലഹു കുല്ലു മുഅ്മിനിൻ, അതോടുകൂടി എല്ലാ വിശ്വാസിയും അള്ളാഹുവിന് സുജൂദ് ചെയ്യും. വയബ്ഖാ മൻ കാന യസ്ജുദു ലില്ലാഹി റിയാഅൻ വസുമഅതൻ, ലോകമാന്യതക്കും കേളിക്കും പ്രശസ്തിക്കും വേണ്ടി സുജൂദ് ചെയ്തവർ ബാക്കിയാകും. അള്ളാഹിന്റെ പാദം കാണുമ്പോൾ വിശ്വാസികളൊക്കെ സുജൂദ് ചെയ്യും. ലോകമാന്യതയ്ക്ക് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും സുജൂദ് ചെയ്തിരുന്ന ആളുകളുടെ ദുനിയാവിൽ അവർ ബാക്കിയാകും. ഫയദ്ഹബു കൈമാ യസ്ജുദ്, അപ്പൊ അവര് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഫയഊദു ബഹ്റുഹു തബഖൻ വാഹിദ, അപ്പൊ അവരുടെ മുതുക് എന്ത് ചെയ്യുന്നതാണ്? മുന്നുക്ക് വളയാൻ കഴിയാത്ത വിധം ഒരൊറ്റ എല്ലായിട്ട് മാറും. സുജൂദ് ചെയ്യാൻ പറ്റില്ല, സുജൂദ് ചെയ്യണം, ഇങ്ങനെ വളയണ്ടേ, വളയുന്നില്ല, അതൊരൊറ്റ എല്ലായിട്ട് മാറും അവരുടെ മുതുക്. അപ്പൊ വളയാൻ കഴിയൂല, അങ്ങനെയായി മാറും എന്നാണ്, സുജൂദ് ചെയ്യാൻ കഴിയൂല. മറ്റൊരു റിവായത്തിൽ ഫയുക്ശഫു അൻ സാഖിൻ, പാദം വെളിപ്പെടുത്തപ്പെടും. ഫലാ യബ്ഖാ മൻ കാന യസ്ജുദു ലില്ലാഹി മിൻ തിൽഖാഇ നഫ്സിഹി ഇല്ലാ അദിന അല്ലാഹു ലഹു ബിസ്സുജൂദ്, ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന് സുജൂദ് ചെയ്തവർക്കൊക്കെ അള്ളാഹു സുജൂദ് ചെയ്യാൻ അനുവാദം നൽകും, അവർ സുജൂദ് ചെയ്യും. വലാ യബ്ഖാ മൻ കാന യസ്ജുദു ഇത്തിഖാഅൻ വരിയാഅൻ, ലോകമാന്യതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ പോപ്പിക്കാൻ വേണ്ടിയിട്ട് സുജൂദ് ചെയ്തിരുന്നവരുണ്ടായിരുന്നു, അവർ ശേഷിക്കും. അവർ സുജൂദ് ചെയ്യാൻ ഭാവിച്ചാൽ ഇല്ലാ ജഅലല്ലാഹു ബഹ്റഹു തബഖതൻ വാഹിദ, അവരുടെ മുതുകിനെ അള്ളാഹു ഒരൊറ്റ എല്ലാക്കിയിട്ട് മാറ്റും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. കുല്ലമാ അറാദ അൻ യസ്ജുദ്, അവര് സുജൂദ് ചെയ്യാൻ ഭാവിക്കുമ്പോഴെല്ലാം ഖറ അലാ ഖഫ, പെരടി അടിച്ച് വീഴുന്നതാണ്. മുന്നിക്ക് വീഴാൻ കഴിയൂല, പിന്നെയോ മലന്ന് വീഴും എന്നാണ്. സുജൂദിന് വേണ്ടിയിട്ട് വളയൂല, കാരണം അള്ളാഹു അവർക്കൊരു ഒറ്റ എല്ലാണ് നൽകുക എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മുന്നിക്ക് വീഴേണ്ടതിന് പകരം വളഞ്ഞു വീഴാൻ കഴിയില്ല, സുജൂദ് ചെയ്യാൻ പറ്റില്ല, പിന്നെയോ അവർ മറിഞ്ഞാണ് വീഴുക. അള്ളാഹ്ക്ക് മുന്നിൽ സുജൂദില്ല, പ്രണാമമില്ല, പിന്നെയോ പെരടി അടിച്ച് പിറകിലേക്ക് വീഴുകയാണ് ചെയ്യുക എന്നാണ്. എന്തുകൊണ്ട്? ദുനിയാവിൽ സുജൂദ് കൃത്യാകാത്തത് കൊണ്ട്. അത് ലോകമാന്യതക്കും അത് മറ്റുള്ളവരെ പോപ്പിക്കാനും അത് നിഫാഖിന്റെ ലക്ഷണമൊത്ത സുജൂദുമായിരുന്നത് കാരണത്താൽ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യൗമ യുക്ശഫു അൻ സാഖിൻ വയുദ്ഉന ഇല സുജൂദ്, സാഖ് വെളിപ്പെടുത്തപ്പെടും, ആളുകളെ സുജൂദിലേക്ക് ക്ഷണിക്കപ്പെടും. ഫലാ യസ്തതിഊൻ, അവർക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കുകയില്ല.
ഖാശിയതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല വഖദ് കാനൂ യദ്ഊന ഇല സുജൂദ് വഹും സാലിമൂൻ. അന്നവർ നിന്യതയുടുത്ത് അപമാനിതരായി ഉള്ള അവസ്ഥയിലായിരിക്കും. അവർ സുരക്ഷിതരായിരുന്ന നാളിൽ അവരെ സുജൂദിലേക്ക് ക്ഷണിച്ചിരുന്നു. അന്ന് യഥാവിധം അവർ സുജൂദ് ചെയ്യാത്തത് കാരണത്താൽ അവർക്കുള്ള അദാബ്. അപ്പോൾ സഹോദരന്മാരെ, കപടവിശ്വാസികളുടെ നമസ്കാരം എന്ന വിഷയത്തിൽ കപടവിശ്വാസികൾ നിസ്കരിക്കും. അവരുടെ നിസ്കാരത്തിൻ്റെ ചില ലക്ഷണങ്ങളാണ് നമ്മൾ കേട്ടത്. ആ ലക്ഷണങ്ങൾ അത് നമ്മുടെ സലയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ അമലുകളിൽ ബർക്കത്ത് ചൊരിയുമാറാവട്ടെ. അള്ളാഹു ഉപരിലോകത്തെ കബൂലാക്കുന്ന അമലാക്കി നമ്മുടെ അമലുകളെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ സാലിഹീങ്ങളുടെയും സാലിഹാത്തുകളുടെയും നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും അവർക്കും നമുക്കും അള്ളാഹു കനിയുമാറാവട്ടെ. അള്ളാഹു ഈ പുണ്യത്തിൻ്റെ വേദിയിൽ നമ്മളെ ഒന്നിപ്പിച്ചതുപോലെ അവൻ്റെ ജന്നത്തിൽ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരിടമേക്ക് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സ് الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.